വിഭാഷയും ഗ്രാൻഡ് മാസ്റ്ററും തങ്ങളുടെ സംഘത്തോടൊപ്പം സൂര്യയെ കൊന്ന് അവന്റെ ശക്തികൾ കൈക്കലാക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. താൻ ശരിക്കും കുടുങ്ങിപ്പോയെന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്നും ലിയോയ്ക്ക് മനസ്സിലായി. വിഭാഷയും ഗ്രാൻഡ് മാസ്റ്ററും അവനെ തീർക്കാനായി അവന്റെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി. അവൻ നിസ്സഹായനായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ചെവിയിൽ ഒരു ശബ്ദം കേട്ടു. ഏയ് സൂര്യ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, അവിടെ തന്നെ നിൽക്ക്. നീ ഒരു യഥാർത്ഥ ആണാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ 1000 കിലോ ഭാരമുള്ള ആ സീക്രട്ട് ബ്ലഡ് ഏലിയനെ കൊന്നു കാണിക്ക്. നീ ജയിച്ചാൽ ഞാൻ നിന്റെ കാൽക്കൽ വീണ് നിന്നെ സേവിക്കാം. എന്നാൽ നീ തോറ്റാൽ നിനക്ക് ഈ സൈഫറിൽ ഒരിടത്തും ഒരു തൊണ്ട് ഭൂമിയോ വീടോ ലഭിക്കില്ലെന്ന് ഞാൻ ഉറപ്പാക്കും. ശക്തയായ വിഭാഷ ലിയോയോട് അത്രയും രോഷാകുലമായപ്പോൾ സൈഫർ ഗ്രഹം മുഴുവൻ വിറച്ചുപോയി. ആ വെല്ലുവിളി എത്രത്തോളം അപകടകരമാണെന്ന് അറിഞ്ഞിട്ടും ആരും അതിനെതിരെ സംസാരിക്കാൻ ധൈര്യപ്പെട്ടില്ല. അത്രയ്ക്ക് അപകടകരമായ ഒരു വെല്ലുവിളിയാണ് അവൾ മുന്നോട്ട് വെച്ചത്. ആ വലിയ ജനക്കൂട്ടത്തിൽ വെച്ച് അതിസുന്ദരിയായ വിഭാഷ എന്തിനാണ് ഒരു പയ്യനെ ഇത്ര ക്രൂരമായി വെല്ലുവിളിച്ചത്? ആരാണ് ലിയോ? ഒരു സ്ത്രീ അവനെ ഇത്രയധികം അപമാനിച്ചിട്ടും എന്തുകൊണ്ടാണ് ആരും അവന് വേണ്ടി സംസാരിക്കാതിരുന്നത്? അതറിയുവാനായി ആവേശഭരിതമായ ഈ കഥ ഇപ്പോൾ തന്നെ തുടർന്ന് കേൾക്കും. ഭൂമിയിൽ നിന്ന് വളരെ അകലെയുള്ള സൈഫർ ഗ്രഹത്തിൽ അവിടുത്തെ അന്യഗ്രഹ ജീവികളെ കൊന്ന് അവയുടെ ശരീരത്തിനുള്ളിലെ ആത്മാക്കളെ ശേഖരിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് അതിജീവിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ആരുടെ കൈവശമാണോ കൂടുതൽ ഡെവിൾ സോൾസ് ഉള്ളത്, ആരാണോ കൂടുതൽ അന്യഗ്രഹ ജീവികളെ കൊല്ലുന്നത്, അവർ അവിടെ ബഹുമാനിക്കപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭൂമിയിൽ നിന്നുള്ള 20 വയസ്സുള്ള ഒരു പയ്യനെ കണ്ട് സൈഫറിലുള്ള എല്ലാവരും ആശ്ചര്യപ്പെട്ടു. സൈഫറിലേക്ക് വരുന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ ഒരു അപരിചിതൻ ടെലിപോർട്ടലിൽ നിന്ന് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് മനുഷ്യർ താമസിക്കുന്ന റൈഡൻ നഗരത്തിലെത്തി. അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഗ്രാൻഡ് മാസ്റ്ററുടെ അനുവാദം നിർബന്ധമാണ്. കവാടത്തിൽ ആ അപരിചിതനായി കണ്ടപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞു, ഹേയ് വിഡ്ഡി, നിന്നെ പോലൊരു പ്രയോജനവുമില്ലാത്തവന് ഈ ലോകത്ത് എന്ത് കാര്യമാണുള്ളത്? ഞാൻ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോക, അല്ലെങ്കിൽ നിന്നെ കൊന്നിട്ട് നിന്റെ സാധനങ്ങൾ എവിടെ നിന്നാണ് വന്നത് അങ്ങോട്ട് ഞാൻ തിരിച്ചയച്ചു കൊടുക്കും. അത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ പയ്യൻ തിരിഞ്ഞു നടന്നു. ആ പയ്യന്റെ പേര് ലിയോ എന്നാണ്. റൈഡൻ നഗരത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ശേഷം ലിയോ വന്ന വഴി തന്നെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ആ നിമിഷം അവനെ അവിടേക്ക് അയച്ച ശാസ്ത്രജ്ഞൻ ഡോക്ടർ ബെഞ്ചമിൻ പറഞ്ഞ കാര്യം അവൻ ഓർത്തു. സൈഫറിലെത്തിയ ഉടൻ നീ ഏതെങ്കിലും മൃഗത്തെയോ അന്യഗ്രഹ ജീവിയോ കൊന്ന് പവർ പോയിന്റുകൾ ശേഖരിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ നിനക്കവിടെ അതിജീവിക്കാൻ കഴിയില്ല. അതോർത്തപ്പോൾ ഈ പുതിയ ഗ്രഹത്തിൽ ജീവിക്കണമെങ്കിൽ ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞത് അനുസരിക്കണമെന്ന് ലിയോ തീരുമാനിച്ചു. അവൻ കാട്ടിലേക്ക് നടന്നപ്പോൾ വിചിത്രമായ ശബ്ദങ്ങളും ജീവികളും നിറഞ്ഞ ഒരു മാന്ത്രിക ലോകത്തേക്ക് പ്രവേശിച്ചതുപോലെ അവന് തോന്നി. പോയിന്റുകൾക്കായി ഏത് അന്യഗ്രഹ ജീവിയെയാണ് കൊല്ലേണ്ടതെന്ന കാര്യത്തിൽ അവൻ ആശയക്കുഴപ്പത്തിലായി. ലിയോ ചുറ്റും നോക്കിയപ്പോൾ ഒരു വലിയ മരത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരു വെളുത്ത കുറുക്കനെ അവൻ കണ്ടു. അവൻ വേഗം മറയിലെ ചെറിയ കത്തിയെടുത്ത് ആ കുറുക്കനെ ആക്രമിച്ചു. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, ആ കുറുക്കൻ വേദന കൊണ്ട് കരഞ്ഞപ്പോൾ അതൊരു സ്ത്രീയുടെ ശബ്ദം പോലെയാണ് കേട്ടത്. ലിയോയുടെ കൺമുന്നിൽ വെച്ച് ആ കുറുക്കൻ ഒരു സുന്ദരിയായ സ്ത്രീയായി മാറി. അവളുടെ അലർച്ച കേട്ട് കാട്ടിലെ എല്ലാ മൃഗങ്ങളും പക്ഷികളും ഭയന്ന് ഓടിപ്പോയി. തനിക്ക് വലിയൊരു തെറ്റു പറ്റിയെന്ന് ലിയോയ്ക്ക് തോന്നി തുടങ്ങി. അവൻ ക്ഷമ ചോദിക്കുന്നതിന് മുൻപായി സൈഫർ ഗ്രഹത്തിൽ നിന്നുള്ള 50ഓളം ആളുകൾ അവിടെ എത്തി പരസ്പരം പിറുപിറുക്കാൻ തുടങ്ങി. അയ്യോ, ഈ വിഡ്ഢിയായ പയ്യൻ എന്താണ് ഈ ചെയ്തത്? അവൻ ശരിക്കും വിഭാഷയെ ആക്രമിച്ചോ? ഇവന്റെ കഥ ഇവിടെ തീർന്നു. പക്ഷെ ശക്തയായ വിഭാഷയെ പോലൊരാൾ ഇവനെ പോലൊരു പയ്യന്റെ കയ്യിൽ എങ്ങനെയാണ് അകപ്പെട്ടത്? അവർ സംസാരിക്കുന്നതിനിടയിൽ മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ള ഒരാൾ തന്നെ ആക്രമിച്ചതിനാൽ തന്റെ അഭിമാനം നഷ്ടപ്പെട്ടതായി വിഭാഷയ്ക്ക് തോന്നി. സൈഫറിലെ ഏറ്റവും ശക്തയായ യോദ്ധാവാണ് വിഭാഷ. എല്ലാവരും അവളെ ബഹുമാനിക്കുന്നു. അതിനാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നടന്ന ഈ സംഭവം അവൾക്കൊരു അഭിമാന പ്രശ്നമായിരുന്നു. അതുകൊണ്ട് അവൾ ദേഷ്യത്തിൽ പറഞ്ഞു, ലെവൽ 9 യോദ്ധാവായ എന്നെ ആക്രമിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നീ ആരാണ്? എവിടെ നിന്ന് വന്നു? നിനക്ക് എന്താണ് വേണ്ടത്? അവൾ അവനെ ചോദ്യം ചെയ്തപ്പോൾ ലിയോ പരിഭ്രമത്തോടെ മറുപടി നൽകി. എന്റെ പേര് ലിയോ. ഞാൻ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ശരിയായ സമയം വരുമ്പോൾ അത് നിങ്ങൾ അറിയും. അവൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് വിഭാഷ ദേഷ്യത്തോടെ ഇടപെട്ടു. ഓ, നീ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ഞാൻ പറയാം. നിനക്ക് ഇവിടെയുള്ള എല്ലാവരെയും കൊന്ന് ഞങ്ങളുടെ ഭരണാധികാരിയാകണം അല്ലെ? അത് ഈ ജന്മത്തിൽ നടക്കില്ല. ഞങ്ങൾ ഇവിടെയുള്ള കാലത്തോളം വിഭാഷയും ഈ ജനങ്ങളും തന്നെയായിരിക്കും അധികാരത്തിൽ. അവളുടെ വാക്കുകൾ അവഗണിച്ച് ലിയോ പോകാനായി തിരിഞ്ഞു. അത് കണ്ടപ്പോൾ അവൾക്ക് കൂടുതൽ ദേഷ്യം വരികയും തന്റെ കുതിരപ്പുറത്ത് കയറി അവന്റെ വഴി തടഞ്ഞുകൊണ്ട് ചോദിക്കുകയും ചെയ്തു. എന്നെ അവഗണിച്ച് നിനക്ക് അങ്ങ് നടന്നു പോകാമെന്ന് വിചാരിച്ചോ? നിന്നെ പോലുള്ള അഹങ്കാരികൾക്ക് മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. ഇത് കേട്ടപ്പോൾ വിഭാഷയുടെ ദേഷ്യം വർദ്ധിച്ചു. നീ ശരിക്കും ഒരു പുരുഷനാണെങ്കിൽ ഇതുവരെ ആരും കൊന്നിട്ടില്ലാത്ത ആ സീക്രട്ട് ബ്ലഡ് ഏലിയനെ കൊന്നു കാണിക്ക്. നീ ജയിച്ചാൽ സൈഫറിന്റെ നായികയായ ഞാൻ നിന്നെ സേവിക്കും. എന്നാൽ നീ തോറ്റാൽ നിന്നെ അപ്പോൾ തന്നെ ഞാൻ എരിയിച്ച് ചാമ്പലാക്കും. അവൾ ആ വെല്ലുവിളി മുന്നോട്ട് വെച്ചു. സീക്രട്ട് ബ്ലഡ് ഏലിയൻ എന്ന് കേട്ടപ്പോൾ ആ ശാസ്ത്രജ്ഞൻ തന്നോട് പറഞ്ഞ കാര്യം ലിയോ ഓർത്തു.
നീ ഒരു സേക്രഡ് ബ്ലഡ് എലിയനെ കൊന്ന് അതിന്റെ ഡെവിൾ സോൾ നേടിയാൽ നിനക്ക് ധാരാളം നാണയങ്ങളും സൂപ്പർ പവറുകളും ലഭിക്കും. കൂടുതൽ ശക്തനാകാനുള്ള തന്റെ അവസരമാണിതെന്ന് ലിയോ ചിന്തിച്ചു. ശരി, ഞാൻ നിന്റെ വെല്ലുവിളി സ്വീകരിക്കുന്നു. ഞാൻ ജയിച്ച് നിന്നെ എന്റെ അടിമയാക്കിയാൽ എന്റെ പേര് ശരിക്കും ലിയോ തന്നെ. അതും പറഞ്ഞ് ലിയോ അവിടെ നിന്നും പോയി. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ ലിയോ റൈഡൻ നഗരത്തിൽ തന്റേതായ ഒരു സ്ഥാനം കണ്ടെത്തി. പക്ഷേ സൈഫറിലെ ഏറ്റവും ശക്തയായ സ്ത്രീയെ ആക്രമിച്ചതുകൊണ്ട് ആരും അവനോട് സംസാരിക്കാനോ വേട്ടയാടാനുള്ള തന്ത്രങ്ങൾ പഠിപ്പിക്കാനോ തയ്യാറായില്ല. നേതാവായ ഗ്രാൻഡ് മാസ്റ്റർ എന്ന മൃഗലോചനൻ ഈ വിവരം അറിഞ്ഞപ്പോൾ അയാൾക്ക് ലിയോയോട് അതിയായ ദേഷ്യം വരികയും ആളുകളോട് ഇങ്ങനെ പറയുകയും ചെയ്തു: ആരും ലിയോയെ സഹായിക്കുകയോ നമ്മുടെ രഹസ്യങ്ങൾ അവനോട് വെളിപ്പെടുത്തുകയോ ചെയ്യരുത്. ഗ്രാൻഡ് മാസ്റ്ററുടെ കോപത്തിനിരയായാൽ എന്ത് സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാലോ. മൃഗലോചനന്റെ മുന്നറിയിപ്പ് കാരണം എല്ലാവരും ലിയോയോട് മോശമായി പെരുമാറാൻ തുടങ്ങി. അവർ അവന്റെ മേൽ ചീഞ്ഞ മുട്ടകൾ എറിയുകയും അവന്റെ സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്തു. എന്നാൽ ലിയോ അതൊന്നും കാര്യമാക്കിയില്ല. അവൻ വേട്ടയാടുന്നതിലും പോയിന്റുകൾ നേടുന്നതിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒരു ദിവസം കാട്ടിൽ വേട്ടയാടുന്നതിനിടയിൽ 3 അടി ഉയരമുള്ള ഒരു സ്വർണ്ണ ആമ ദേഷ്യത്തോടെ തന്റെ നേരെ വരുന്നത് ലിയോ കണ്ടു. ഇതിനു മുൻപ് പല ആമകളെയും വേട്ടയാടിയിട്ടുള്ളതുകൊണ്ട് ഇതും എളുപ്പമായിരിക്കുമെന്ന് ലിയോ കരുതി. എന്നാൽ ആ ആമ 20 അടി ഉയരത്തിൽ കൂർത്ത നഖങ്ങളും പല്ലുകളുമുള്ള ഒരു ഭീകര രൂപിയായി വളർന്നു. അത് ലിയോയെ കൊല്ലാനായി പാഞ്ഞെടുത്തു. എന്നാൽ ലിയോ തിരിച്ചാക്രമിച്ച് തന്റെ കത്തി കൊണ്ട് അതിനെ കുത്തി. സീക്രട്ട് ബ്ലഡ് ഏലിയൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. നിന്റെ ലെവലിനേക്കാൾ 3 മടങ്ങ് ശക്തനായ ഒരു ജീവിയെ കൊന്നതിന് അഭിനന്ദനങ്ങൾ. ആമയുടെ അടുത്തേക്ക് പോയി നിന്റെ പ്രതിഫലവും പോയിന്റുകളും ശേഖരിക്കൂ. അവന്റെ പവർ വാച്ച് അറിയിച്ചതിനനുസരിച്ച് ലിയോ ആമയിൽ നിന്ന് തന്റെ ശക്തി ശേഖരിക്കാനായി പോയി. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒന്ന് സംഭവിച്ചു. ഒരു സ്വർണ്ണ ശക്തി പുറത്തേക്കൊഴുകി ലിയോയുടെ ശരീരത്തിന് ഒരു കവചമായി മാറി. അതവനെ എന്നത്തേക്കാളും ശക്തനായി അനുഭവപ്പെടുത്തി. ആമയുടെ തോടിൽ നിന്ന് സൂപ്പ് ഉണ്ടാക്കാൻ അവൻ ശ്രമിച്ചപ്പോൾ ഒരു കറുത്ത ക്രിസ്റ്റൽ പ്രത്യക്ഷപ്പെട്ടു. ലിയോ ആശ്ചര്യപ്പെട്ടു. അപ്പോൾ തന്നെ അവന് ആ ശാസ്ത്രജ്ഞനിൽ നിന്ന് ഒരു ഹോളോഗ്രാം ലഭിച്ചു. നിന്റെ അമ്മയ്ക്ക് ഒരു അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണ്. അതിനാൽ നീ ഉടൻ തന്നെ 2 ലക്ഷം രൂപ ഏർപ്പാട് ചെയ്യണം. കൂടാതെ നിന്റെ കൈവശമുള്ള ഈ സ്വർണ്ണ കവചവും കറുത്ത ക്രിസ്റ്റലും വളരെ വിലപ്പെട്ടതാണ്. കൂടാതെ അദ്ദേഹം കൂടുതൽ പറയുന്നതിന് മുൻപ് ആ ഹോളോഗ്രാം നിലച്ചു. ആശയക്കുഴപ്പത്തിലായ ലിയോ തന്റെ പുതിയ ഡബിൾ സോൾ ശക്തികളുടെയും സ്വർണ്ണ കവചത്തിന്റെയും കറുത്ത ക്രിസ്റ്റലിന്റെയും രഹസ്യം തന്നിൽ തന്നെ സൂക്ഷിക്കാൻ തീരുമാനിച്ചു. തന്റെ അമ്മയെ രക്ഷിക്കാൻ ഏതൊരു ജീവിയെയും വേട്ടയാടാൻ അവൻ തയ്യാറായി. ഇതേ സമയം ഗ്രാൻഡ് മാസ്റ്ററും ഒരു പ്രത്യേക വേട്ടയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. ആ അപകടകാരിയായ അന്യഗ്രഹ ജീവി ഒരു വലിയ ഗൊറിലയെ പോലെയായിരുന്നു. അത് സൈനികരുടെ എല്ലുകൾ എളുപ്പത്തിൽ മുറുക്കി. ഗ്രാൻഡ് മാസ്റ്റർ തന്റെ ഡെവിൾ സോൾ ശക്തികൾ ഉപയോഗിച്ച് അതിനോട് പോരാടി. ആ ജീവിക്ക് കൂടുതൽ ദേഷ്യം വന്നപ്പോൾ മറ്റൊരു കുന്തം വന്ന് അതിനെ കൊന്നു. ചത്ത ഭീകര ജീവികളുടെ മുകളിൽ സ്വർണ്ണ കവചം ധരിച്ച ഒരാൾ പ്രത്യക്ഷപ്പെട്ടത് റൈഡൻ നഗരത്തെ മുഴുവൻ ഞെട്ടിച്ചു. അവൻ ആ ജീവിയിൽ നിന്ന് ഡെവിൾ സോൾ എടുത്ത് വേഗത്തിൽ അപ്രത്യക്ഷനായി. ഗ്രാൻഡ് മാസ്റ്റർക്ക് പോലും തോൽപ്പിക്കാൻ കഴിയാത്ത ജീവിയെ സ്വർണ്ണ കവചം ധരിച്ച ആരോ കൊന്നുവെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പല സംഘങ്ങളും സൂര്യ എന്ന ആ സൂപ്പർ ഹീറോയെ തേടി തുടങ്ങി. ഗ്രാൻഡ് മാസ്റ്ററിൽ നിന്ന് മോഷ്ടിച്ച ഡെവിൾ സോൾ ഒളിപ്പിക്കാൻ ആഗ്രഹിച്ച് സൂര്യ വിചിത്രവും വിഷമുള്ളതുമായ അന്യഗ്രഹ ജീവികൾ നിറഞ്ഞ രഹസ്യവും ഭയാനകവുമായ ഒരിടത്തേക്ക് പോയി. അവിടുത്തെ അപകടങ്ങളെ പറ്റി നന്നായി അറിഞ്ഞിട്ടും ലിയോ തന്റെ ജീവൻ പണയപ്പെടുത്തി സ്വർണ്ണ കവചവുമായി അങ്ങോട്ടേക്ക് പോയി. ഞാൻ മരിച്ചാലും എന്റെ ഡെവിൾ സോൾ മറ്റാർക്കും കിട്ടില്ല. ലിയോ ഗുഹയിലേക്ക് ഓടിക്കേറിയപ്പോൾ എല്ലായിടത്തും മരിച്ച സൈനികരുടെ അസ്ഥികളും അവശിഷ്ടങ്ങളും ചിതറിക്കിടന്നിരുന്നു. ഞാൻ തിടുക്കം കാണിച്ചോ? പുറത്തു കിടക്കാൻ ഒരു വഴിയുമില്ല. അവൻ നിസ്സഹായനായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ചെവിയിൽ ഒരു ശബ്ദം കേട്ടു. ഏയ് സൂര്യ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ തന്നെ നിക്ക്. വിഭാഷയും ഗ്രാൻഡ് മാസ്റ്ററും തങ്ങളുടെ സംഘത്തോടൊപ്പം സൂര്യയെ കൊന്ന് അവന്റെ ശക്തികൾ കൈക്കലാക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. താൻ ശരിക്കും കുടുങ്ങിപ്പോയെന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്നും ലിയോയ്ക്ക് മനസ്സിലായി. വിഭാഷയും ഗ്രാൻഡ് മാസ്റ്ററും അവനെ തീർക്കാനായി അവന്റെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി. ലിയോയ്ക്ക് എന്ത് സംഭവിക്കും? ഇപ്പോൾ സൂര്യ എന്നറിയപ്പെടുന്ന അവനെ അവർ എന്ത് ചെയ്യും? ജീവിതത്തിനും മരണത്തിനുമിടയിൽ പോരാടുന്ന ലിയോയുടെ അമ്മയ്ക്ക് എന്ത് സംഭവിക്കും? ലിയോയുടെ ഡെവിൾ സോൾ ശക്തികളിൽ എന്ത് രഹസ്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്? ഡോക്ടർ ബെഞ്ചമിൻ ലിയോയ്ക്ക് വേണ്ടി എന്ത് രഹസ്യ പദ്ധതിയാണ് തയ്യാറാക്കിയത്? ഈ ആവേശകരമായ കഥയുടെ ബാക്കി കേൾക്കാൻ തുടർന്നും കേൾക്കൂ പോക്കറ്റ് എഫ്എമ്മിന്റെ ഏറ്റവും പുതിയ ഓഡിയോ സീരീസ് ആയ ലിയോ AD 2500 തികച്ചും സൗജന്യമായി.